ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ അമ്മയും ഞാനും ചെറിയമ്മ എന്ന് പറയുന്ന കഥയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. ചാനലിൽ കയറിയാൽ ഈ വീഡിയോൻ്റെ തൊട്ടടിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളായി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബഷീറിൻ്റെ ഓട്ടോയാണ് ഞാൻ കല്യാണത്തിന് പോകാൻ വിളിച്ചത്. ഏകദേശം അരമണിക്കൂറാകും കല്യാണ വീട്ടിലെത്താൻ. ആദ്യം അമ്മ കയറിയിരുന്നു ഓട്ടോയിൽ, പുറകെ അനിയത്തിയും, അവസാനമായി ഞാനും. ബൈക്കിൽ നിന്നും തുടങ്ങിയ തല്ലുപിടുത്തം ഓട്ടോയിലും ഞങ്ങൾ തുടർന്നു. എന്താടാ ഒന്ന് അടങ്ങിയിരുന്നേ, എപ്പോൾ നോക്കിയാലും രണ്ടും കീരിയും പാമ്പുമാ, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനല്ല അമ്മേ, ഇവനാ, അവൾ അമ്മയോട് പറഞ്ഞു. രണ്ടാളും കണക്ക, പോത്തുപോലെ വളർന്നു രണ്ടും, എന്നിട്ടും ഇപ്പോഴും തല്ല് പിടിച്ച് നടക്ക, അമ്മ അവളെ ഒരു അടി അടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ അടിച്ചത് കണ്ട് ഞാൻ അവളെ കളിയാക്കി ചിരിച്ചു. ഇത് കണ്ട് അമ്മ പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. രാവിലെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താ അമ്മേ രാവിലെ പറഞ്ഞത്? അനിയത്തി ചോദിച്ചു. അതൊന്നുമില്ല, അവൻ്റെ വിചാരം അവനിപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ, അത് ഞാൻ മാറ്റിക്കൊടുത്തോളാം, അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ട് ഞാനൊന്ന് പകച്ചു. ഡാ, ഈ റോഡിലൂടെ പോയാൽ മതിയോ? മറ്റേ റോഡ് മോശമാ, ഫുള്ള് കട്ടറും കുഴിയും, ഓട്ടോ ഡ്രൈവർ ബഷീർ എന്നോട് ചോദിച്ചു. നിനക്ക് എളുപ്പം എങ്ങനെയാ, അങ്ങനെ പോക്കോ, ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. ബഷീറിനെ ഓട്ടോ ക്യാഷും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ ഓട്ടോയിലെ കണ്ണാടിയിൽ നോക്കി ഞാൻ മുടിയെല്ലാം ഒതുക്കി ഞാനൊന്ന് ഒരുങ്ങി. ഡാ, നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ നടക്കുക. അവനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന പോലെയാ അവൻ്റെ വിചാരം, അമ്മ കലിപ്പിട്ട് പറഞ്ഞു. എന്തു വന്നാലും ഇന്ന് ചെറിയമ്മയെ കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും എന്ന വാശിയോടെ ഞാൻ നടന്നു. ദാ വരുന്നു നേരെ മുമ്പിലോട്ട് ഒരു കുരുപ്പ്. എടാ, എന്താടാ വിശേഷം? എവിടെയാ? നിന്നിപ്പോൾ കാണാറേ ഇല്ലല്ലോ. എവിടെ ചെന്നാലും കാണും ഇങ്ങനെ കുറച്ച് കുരുപ്പുകൾ. മനസ്സിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. സോറി, ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. പേര് വിഷ്ണു. 5 മുതൽ 7 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെ സഹി കെട്ട് അവൻ്റെ തള്ളും കേട്ട് നിൽക്കുമ്പോഴാണ് ഒരമ്മാവൻ വന്ന് കഴിക്കാൻ വിളിക്കുന്നത്. ഡാ, നീ കഴിച്ചോ? ഞാൻ അവനോട് ചോദിച്ചു. ആടാ, ഞാൻ കഴിച്ചതാ, നീ പോയി കഴിച്ചിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, അവൻ പറഞ്ഞു. ഇവൻ എന്നെയും കൊണ്ടേ പോകുള്ളെന്ന് തോന്നുന്നു എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇല്ലടാ, കുഴപ്പമില്ല, നീ പോകണമെങ്കിൽ പൊക്കോ, ഞാൻ അവനോട് പറഞ്ഞു. നീ പോയി കഴിച്ചിട്ട് വാ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, അവൻ പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഞാൻ കഴിക്കാൻ പോയി. പല മുഞ്ചുള്ള കിളികളും അടുത്തൂടെ പറന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ തിരയുന്നത് ആ പരുന്തിനെ ആയിരുന്നു. നല്ല മൂപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ പരുന്തിനെ. ആ അമ്മാവൻ്റെ വിളിയും കേട്ട് കഴിക്കാൻ ചെന്ന ഞാൻ ആകെ പോസ്റ്റായി. ഒരു സീറ്റ് പോലും കാലിയില്ല. എല്ലാത്തിലും ആളുകൾ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നു. ഓരോരുത്തന്മാർ ഇരുന്ന് തട്ടുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ട് എൻ്റെ. ഡാ, നീ കഴിച്ചില്ലേ? ഒരു പെൺശബ്ദം എൻ്റെ പിറകിൽ നിന്നും ഉയർന്നു. ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി. ചെറിയമ്മ എൻ്റെ പിറകിൽ നിൽക്കുന്നു. എന്താടാ, നിനക്ക് സീറ്റ് കിട്ടിയില്ലേ? ചെറിയമ്മ വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാൻ മറുപടി പറഞ്ഞു. അമ്മയും അനിയത്തിയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, നീ ഒറ്റയ്ക്കാണോ വന്നത്? ചെറിയമ്മ ചോദിച്ചു. അല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ സംസാരിച്ച് നിന്നതാ, ഞാൻ ചെറിയമ്മയോട് പറഞ്ഞു. വാടാ, അവിടെ ഒരു സീറ്റുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം, ചെറിയമ്മ എന്നോട് പറഞ്ഞു. ഞാനാകെ നെട്ടി നിൽക്കുകയാണ്. കാരണം ഇത്രയും സിമ്പിളായിരുന്നോ എൻ്റെ ചെറിയമ്മ? ഇതിനെയാണോ ഞാൻ ഇത്രയും കാലം ശത്രുവായി കരുതിയത്? ഞാൻ ചെറിയമ്മയുടെ പിറകെ നടന്നു.
പന്തലിൻ്റെ ഒരു കോണിൽ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളിരിക്കുന്ന ടേബിളിൽ 5-6 കുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ചെറിയമ്മ ചോറെല്ലാം വിളമ്പിത്തന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ആരംഭിച്ചു. ഒന്നും സംസാരിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയമ്മയോട് ഞാൻ ചോദിച്ചു, അല്ല, കുട്ടികളെ ഒന്നും കൊണ്ടുവന്നില്ലേ? ഇല്ലടാ, അവർ സ്കൂളിൽ പോയതാ. ഞാൻ ദാ ലത ചേച്ചിയുടെ കൂടെ വന്നതാ, ചെറിയമ്മ പറഞ്ഞു. ആ ആണോ? എന്നിട്ട് ലതേച്ചി എവിടെ? ഞാൻ ചോദിച്ചു. ആ, അവൾക്ക് വേണ്ടപ്പെട്ടവരെ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയിരിക്കാം. ഞാൻ പിന്നെ അവളുടെ പിറകെ പോയില്ല. അവിടെ എവിടെയെങ്കിലും കാണും, ചെറിയമ്മ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. പല ബന്ധുക്കളും പല മൂലയിൽ നിന്നും തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. 10-20 വർഷമായിട്ട് ഞങ്ങൾ 2 കുടുംബക്കാർ മിണ്ടുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല, അതും അടുത്തടുത്തിരുന്നു കൊണ്ട്. ഈ ഒരവസരം ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ? എല്ലാ കണ്ണുകളും ഞങ്ങളിലാണ്. എന്തിനു പറയുന്നു, മുട്ടിൽ നിന്നും വിരിയാത്ത കുട്ടികൾ പോലും ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താടാ, കഴിക്ക്. എന്താ നീ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുന്നേ? ഞാൻ ഇട്ടു തരണോ? ചെറിയമ്മ എന്നോട് ചോദിച്ചു. വേണ്ട, ഞാൻ കഴിച്ചോളാം, ചെറിയമ്മ കഴിക്ക്, ഞാൻ പറഞ്ഞു. ആ, ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്, നിന്നെപ്പോലെയല്ല, ചെറിയമ്മ പറഞ്ഞു. അത് കണ്ടാലും പറയും, കഴിക്കുന്നതൊക്കെ എവിടെയും പോയിട്ടില്ല, ഞാൻ ചെറിയമ്മയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ അത്രയ്ക്കും തടിയുണ്ടോ? ചെറിയമ്മ നിരാശയോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ മാത്രം ഞാനൊന്ന് തട്ടിവിട്ടു. അതേതാടാ അങ്ങനൊരു സ്ഥലം? എനിക്കറിയാൻ പാടില്ലല്ലോ, ചെറിയമ്മ പറഞ്ഞു. അത് ചെറിയമ്മ വീട്ടിൽ പോയിട്ട് കണ്ണാടിയിലൊന്ന് നോക്ക്, അപ്പോൾ മനസ്സിലാകും, ഞാൻ പറഞ്ഞു. അത് പറ്റില്ല, നീ പറ, ചെറിയമ്മ എന്നെ നിർബന്ധിച്ചു. അല്ല, നിങ്ങളിപ്പോൾ ഒന്നായോ? വെള്ളം കൊണ്ടുവന്ന അഖിലേട്ടൻ്റെ ചോദ്യമായിരുന്നു അത്. അതിപ്പോൾ എന്നും ഇങ്ങനെ നടന്നാൽ മതിയോ അഖിലേ? ചെറിയമ്മ അഖിലേട്ടനോട് ചോദിച്ചു. ഇതാ നല്ലത്. എത്ര കാലമെന്ന് വെച്ചാൽ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നേ? അല്ല, ബാക്കി മെമ്പേഴ്സെല്ലാം എവിടെ? അഖിലേട്ടൻ ചോദിച്ചു. അവരൊക്കെ കഴിച്ചെന്നാ തോന്നുന്നത്, ഇവിടെ കാണുന്നില്ല, ഞാൻ പറഞ്ഞു. ശരി, എന്നാ നിങ്ങൾ കഴിക്ക്, ഞാനിതൊക്കെ ഒന്ന് വിളമ്പട്ടെ. അതും പറഞ്ഞ് അഖിലേട്ടൻ പോയി. ഡാ, പറ, ഏതാ ആ സ്ഥലം? ചെറിയമ്മ വീണ്ടും ആ ടോപ്പിക്ക് തന്നെ എടുത്തിട്ടു. ഓഫ്, അത് വിട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതും പറഞ്ഞ് ഞാൻ നേരെ നോക്കിയത് അമ്മയുടെ മുഖത്തേക്ക്. കയ്യിൽ ഒരു കുട്ടിയെയും പിടിച്ചുകൊണ്ട് അമ്മ എന്നെ നോക്കി നിൽക്കുന്നു. ഫേസ് മുഴുവൻ ദേഷ്യം നിറഞ്ഞ് തള്ളുന്നുണ്ട്. ഇതിനിടയിൽ ചെറിയമ്മ പറഞ്ഞു, എന്തായാലും നീ എന്ത് നോക്കി വച്ചിട്ടുണ്ട് അല്ലേടാ? എൻ്റെ മറുപടി കിട്ടാതായപ്പോൾ ചെറിയമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ചെറിയമ്മയും പേടിച്ചു. അമ്മ അവിടെ തന്നെ നിന്ന് നോക്കുന്നു, ഒരു ഭാവമാറ്റവുമില്ലാതെ ദേഷ്യത്തോടെ നിൽക്കുന്നു. അയ്യോ, അമ്മ നോക്കുന്നുണ്ടല്ലോ, ചെറിയമ്മ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. എങ്ങനെ നോക്കാതിരിക്കും? ജന്മശത്രുവിൻ്റെ കൂടെയല്ലേ ഞാനീ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു. കുറച്ചു നേരം ദേഷ്യത്തോടെ നോക്കി നിന്ന അമ്മ അവിടെ നിന്നും പോയി. എന്താടാ, പണി കിട്ടിയോ? ചെറിയമ്മ ചോദിച്ചു. ചെറുതായിട്ട് ഒരു പണി കിട്ടിയെന്ന് തോന്നുന്നു. ആ, അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഉള്ളിലെ തീ അടക്കി പിടിച്ച് ഞാൻ പറഞ്ഞു. ഓ, നീ അത്രയ്ക്ക് ധൈര്യശാലിയാണോ? എന്നാ പറ, ഏത് സ്ഥലമാണെന്ന്? അയ്യോ, നിങ്ങളത് വിട്ടില്ലേ? ഇല്ല, എനിക്കതങ്ങനെ വിടാൻ പറ്റില്ല, നീ പറ. ഓക്കെ, ഞാൻ പറയാം. അത് പിറകിലും പിന്നെ മുൻപിലും, ഞാൻ പറഞ്ഞു. ഡാ കള്ള, നീയാൾ കൊള്ളാലോ. ഈ കാലത്തിനിടയ്ക്ക് ഇന്നാ നമ്മൾ ഒരുമിച്ച് കണ്ടത്, അതിനിടയ്ക്ക് നീ ഇത് എപ്പോൾ കണ്ടു? ചെറിയമ്മ ചോദിച്ചു. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ, ഞാൻ ആകെ ചമ്മിക്കൊണ്ട് പറഞ്ഞു. വേറെ എന്തുദ്ദേശ? പറയടാ,
ചെറിയമ്മ എന്നോട് പറഞ്ഞു. അത് അത് പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്നെ നോക്കുന്നത് ഞാൻ വീണ്ടും കണ്ടു. ഈ പ്രാവശ്യം അമ്മ മാത്രമല്ല, അനിയത്തിയും കൂടെയുണ്ട്. അമ്മ കൈകൊണ്ടും കാലുകൊണ്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. എൻ്റെ അല്ലേ അമ്മ. സംഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വേഗം എഴുന്നേറ്റ് വരാനുള്ള സിഗ്നലായിരുന്നു അത്. അനിയത്തി അപ്പുറത്ത് കണ്ണും മുഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല ബിന്ദു, ഇതിപ്പോൾ എന്താ ഞാൻ ഈ കാണുന്നത്? മിക്കവാറും ഇന്ന് കാക്ക മലന്ന് പറക്കും. ഞങ്ങളെ കണ്ട ലതേച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സൈക്കിളിൽ നിന്നും വീണ ഒരു ചിരിയും ചിരിച്ച് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ കളിയാക്കിയ ലതേച്ചി ആരാണെന്നറിയോ? പണ്ട് ഭർത്താവ് ഹോസ്പിറ്റലിലായപ്പോൾ കാറ്ററിങ്ങിൽ നിന്നും കഴിക്കേണ്ട വല്ല അസുഖവും വരും, ഞാൻ വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് കള്ളക്കാമുകനുമായി ഡെങ്കോൾഫി ആയിരുന്ന പരിപാടി. നാട്ടുകാരാണെങ്കിൽ അത് കൈയോടെ പൊക്കുകയും ചെയ്തു. ആ ആളാ ഞങ്ങളെ ഇപ്പോൾ കളിയാക്കാൻ വന്നിരിക്കുന്നേ. ഡാ, നിനക്ക് മതിയോ? ചെറിയമ്മ ചോദിച്ചു. ആ മതി ചെറിയമ്മേ, ഇനി ചെറിയമ്മ കഴിച്ചോ, ഞാൻ പോട്ടെ, അമ്മ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഞാൻ കൈ കഴുകി അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നെ പിടിച്ച് വിഴുങ്ങാനുള്ള ദേഷ്യത്തിൽ അമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടു, കൂടെ അനിയത്തിയും. എന്താടാ, എന്താ നീ വിചാരിച്ചത്? നീ പഴയതെല്ലാം മറന്നോ? നിനക്ക് അവിടെ ഇരിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? കൂട്ടുകൂടാൻ പോയേക്കണ്, അമ്മ പറഞ്ഞു. അത് എനിക്കിരിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോഴാ ചെറിയമ്മ വിളിച്ചത്. പിന്നെ പോയില്ലെങ്കിൽ മോശമല്ലേന്ന് കരുതി ഞാൻ പറഞ്ഞു. ഓ, അവൾ വിളിച്ചാൽ വേഗം ഓടിപ്പോകാൻ നീ ആരാ? അവളുടെ കെട്ടിയോനോ? അവൾക്കോ ഒരു നാണം ഇല്ലല്ലോ എന്നോട് മിണ്ടാതെ നിന്നോട് മിണ്ടാൻ, അമ്മ പറഞ്ഞു. ഓഫ് അമ്മേ, അതിന് ഞങ്ങളൊന്നും മിണ്ടിയില്ല. അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ, ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞു. ഓ, ഇത്രയും നേരം നീ അവളുടെ കൂടെ ഇരുന്നപ്പോൾ ആളുകളൊന്നും വിചാരിച്ച് കാണില്ല. ഇപ്പോൾ എൻ്റെ കൂടെ നിന്നപ്പോഴാ, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഫ് ഡി, നീ അമ്മയൊന്ന് കൊണ്ട് പൊക്കേ, ആളുകൾ നോക്കുന്നുണ്ട്, ഞാൻ അനിയത്തിയോട് പറഞ്ഞു. അമ്മേ, ഒന്നും മിണ്ടാതിരിക്ക്, ചേട്ടൻ പറയുന്നത് ശരിയാ, ആളുകൾ നോക്കുന്നുണ്ട്, വാ നമുക്കകത്തേക്ക് പോകാം. അമ്മയുടെ കൈയും പിടിച്ച് അവൾ അകത്തേക്ക് കൊണ്ടുപോയി. ഞാനാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയായി. അകത്തേക്ക് പോയാൽ അമ്മ, പുറത്തിറങ്ങാന്ന് വെച്ച ആ ഫ്രണ്ട് കുരിപ്പ് എന്നെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്തായാലും അമ്മ അകത്തേക്ക് പോയ സ്ഥിതിക്ക് കുറച്ചുകൂടെ ചെറിയമ്മയുമായി സംസാരിക്കാമെന്ന് വിചാരിച്ച് കൈ കഴുകാൻ പോയ ചെറിയമ്മയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. എന്താടാ, അമ്മയുടെ കയ്യിൽ നിന്നും നല്ലോണം കിട്ടിയോ നിനക്ക്? എന്നെ കണ്ടതും ചെറിയമ്മ ചോദിച്ചു. ഇല്ല, ചെറുതായിട്ടൊന്ന് കേട്ടു, ഞാൻ പറഞ്ഞു. എന്നാൽ ഇനി കൂടുതൽ കേൾക്കും. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അമ്മ കണ്ടാൽ ഇനിയും പ്രശ്നമാകും, ചെറിയമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ കണ്ടില്ലെങ്കിലോ, ഞാൻ ചെറിയമ്മയോട് ചോദിച്ചു. എൻ്റെ ചോദ്യം കേട്ട് ചെറിയമ്മ ഒരു നിമിഷം പകച്ചു നിന്നു. എന്താ ചെറിയമ്മേ ഒന്നും മിണ്ടാത്തേ? പറ, അമ്മ കാണാതെ സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ, ഞാൻ ചോദിച്ചു. ചേട്ടനെ അമ്മ വിളിക്കുന്നുണ്ട്, അനിയത്തി വന്ന് എന്നോട് പറഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ അനിയത്തിയും കൂട്ടി അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താടാ, നിനക്ക് അവളുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരാറായില്ലേ, അമ്മ ചോദിച്ചു. അത് കേട്ട് ഞാനൊന്നും മിണ്ടാൻ നിന്നില്ല. അപ്പോഴേക്കും ബന്ധുക്കളോ ആരൊക്കെയോ അമ്മയുടെ അടുത്തേക്ക് വന്നു. പിന്നെ അമ്മയുടെ സംസാരം അവരോടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്താടാ, നിനക്ക് ചെറിയമ്മയുടെ അടുത്തൊരു കറക്കം, അനിയത്തി എന്നോട് ചോദിച്ചു. എന്ത് കറക്കം? എന്നോട് നല്ലപോലെ സംസാരിച്ചു, അപ്പോൾ ഞാനും സംസാരിച്ചു. ഞാൻ അവളോട് പറഞ്ഞു. അയ്യടാ, ഞാനങ്ങ് വിശ്വസിച്ചു. നീ അത് അമ്മയോട് പറഞ്ഞാൽ മതി, എനിക്കിട്ടുണ്ടാക്കണ്ട. നീ ചെറിയമ്മയെ വളക്കാൻ നോക്കുമല്ലേടാ, അനിയത്തി ചോദിച്ചു. ഡി, നീ എന്തായി പറയുന്നേ? ഞാൻ നിൻ്റെ ആരാണെന്നാ നീ വിചാരിച്ചത്? ചേട്ടൻ അല്ലാതാരാ? എന്താ, എൻ്റെ ചേട്ടനാണെന്ന് നിനക്ക് സംശയമുണ്ടോടാ, അനിയത്തി പറഞ്ഞു. മതി, നീ ഓവറാകണ്ട, ഞാൻ അവളോട് പറഞ്ഞു. ഞാനല്ലല്ലോ ഓവറായത്, ചേട്ടനല്ലേ. ചെറിയച്ഛൻ നാട്ടിലില്ലാത്ത തക്കം നോക്കി ഗോളടിക്കാൻ നടക്കുകയാണല്ലേ.
അവളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആകെ ഇല്ലാതായിപ്പോയി. പിടികൊടുക്കാൻ പറ്റില്ലല്ലോ, പിടിച്ചു നിൽക്കണ്ടേ? ഞാൻ അവളോട് പറഞ്ഞു. ഒന്ന് മിണ്ടിയെന്ന് കരുതി നീ എന്തൊക്കെയാടി പറഞ്ഞു പരത്തുന്നേ? എൻ്റെ പൊന്നു മോനെ, കാള വാല് പൊക്കുന്നത് കണ്ടാലേ അറിയാം അതെന്തിനാണെന്ന്. നിന്റെ അടവൊന്നും നീ ഇങ്ങോട്ടിറക്കണ്ട, അവൾ പറഞ്ഞു. ഇനി ഇവളുടെ അടുത്ത് നിന്നാൽ ശരിയാവില്ല. ഇവളെക്കാളും ഭേദം അവനാ. ഞാൻ നേരെ അകത്തുനിന്ന് പുറത്തേക്ക് പന്തലിലേക്ക് ഇറങ്ങി. എൻ്റെ ഭാഗ്യമെന്ന് പറയാലോ, ആ കുരുപ്പിനെ അവിടെ ഒന്നും കാണുന്നില്ല, പോയെന്ന് തോന്നുന്നു. ഞാൻ നേരെ അവിടെ നിൽത്തിട്ട ഒരു ചെയറിൽ പോയിരുന്നു. എന്തായാലും അനിയത്തിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവളിനി അത് അമ്മയോട് പറയുമോ? ഞാൻ ആകെ വിഷമിച്ചിരുന്നു. അങ്ങനെ കല്യാണമേളയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അമ്മയാണെങ്കിൽ ഫുൾ കലിപ്പ് മോഡ്, അനിയത്തിയാണെങ്കിൽ എന്നെ ആക്കി ചിരിച്ചുകൊണ്ട് നടക്കുന്നു. വീട്ടിലെത്തിയ അമ്മ എന്നോട് മിണ്ടുക പോലും ചെയ്തില്ല. അനിയത്തി ടി വിയിൽ മുഴുകിയിരുന്നു. ബോറടിച്ച് ഞാൻ ബൈക്കെടുത്ത് പുറത്തേക്കിറങ്ങി. എൻ്റെ ലക്ഷ്യം ഞാൻ മറന്നില്ല. ഞാൻ ചെറിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. പക്ഷേ അവിടെ എത്തി ഞാൻ കണ്ടത് വീട് പൂട്ടിക്കിടക്കുകയാണ്. ഇനി ചിലപ്പോൾ ചെറിയമ്മ വന്നു കാണില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വല്ല കടയിലും കയറി കാണും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി. പിന്നീടുള്ള കറക്കം അവൻ്റെ കൂടെയായിരുന്നു. നടന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞാലോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. പിന്നെ ഞാൻ കരുതി അത് വേണ്ട എന്ന്. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ കയറി. അമ്മ ചോറെല്ലാം വിളമ്പി വെച്ച് പോയി കിടന്നു. അനിയത്തി ഫോണിലും കുത്തി റൂമിൽ കിടക്കുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ, സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി ഒരിക്കലും ഞാൻ മിണ്ടുക പോലും ചെയ്യില്ല. പ്ലീസ് വഴക്ക് മാറ്റ്, ഞാൻ പറഞ്ഞു. ഡാ, നിനക്കറിയാലോ അവൾ ചെയ്തതൊക്കെ. അതൊക്കെ നീ മറന്നോ? ഇപ്പോൾ എല്ലാവരുടെയും ഇടയിൽ അവളോട് കൂട്ടുകൂടാൻ പോയേക്കുന്നു, നാണം കെട്ടവൻ, അമ്മ പറഞ്ഞു. അമ്മേ, സോറി, ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയതല്ല. ചെറിയമ്മ ഇങ്ങോട്ട് വന്നതാ. ആര് പറഞ്ഞു? എനിക്കറിയാം നീ അങ്ങോട്ട് പോയതാണെന്ന്. അതെന്ത് കണ്ടിട്ടാണെന്നും എനിക്കറിയാം. എന്തൊക്കെയാ അമ്മേ ഈ പറയുന്നേ? ഞാൻ എന്ത് കൊണ്ടുവന്നാ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഡാ, നീ അധികം കിടന്ന് ഉരുളണ്ട. നിന്നെ ഞാൻ കുറച്ച് ദിവസമായി വാച്ച് ചെയ്യുന്നു. അന്ന് ലീലേൻ്റെ കല്യാണത്തിന് നീ അവളെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അന്ന് തന്നെ എനിക്കറിയാം ഇതൊരു നടക്ക് പോകില്ലെന്ന്. ഓഫ്, എൻ്റെ പൊന്നമ്മേ, അങ്ങനെയൊന്നുമില്ല. ചെറിയമ്മ പാവ, അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഒന്ന് പോടാ, അവൾ ആരാ മോളെന്ന് എനിക്കല്ലേ അറിയൂ. അവൾ പലതും കാണിച്ച് നിന്നെ വശത്താക്കി കാണും. അത് കണ്ട് മയങ്ങാൻ ഇങ്ങനൊരു പോങ്ങനും, അമ്മ പറഞ്ഞു. ഒന്ന് നിർത്തിക്കേ, ഞാനിനി മിണ്ടാനൊന്നും പോകുന്നില്ല. അമ്മീനെ അതും പറഞ്ഞ് തല്ല് പിടിക്കണ്ട, ഞാൻ പറഞ്ഞു. അവൾക്കറിയാം നിനക്ക് തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണെന്ന്, അതാണ് അവൾ കൂട്ടുകൂടുന്നത്, അമ്മ പറഞ്ഞു. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? ഞാൻ പറന്ന് നടക്കണോ? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. നീ പറന്നൊന്നും നടക്കണ്ട, അവൾക്ക് ഒരു പണി കൊടുക്കണം. അതിന് പറ്റുമോ നിന്നെക്കൊണ്ട്? അമ്മ ചോദിച്ചു. ചെറിയൊരു നെട്ടലോടെ ഞാൻ ചോദിച്ചു, എന്ത് പണി? അവളിനി നമ്മുടെ പിറകെ വരണം. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അവളാണ് തെറ്റുകാരിയെന്ന്. അതിന് പറ്റിയ അവസരമാണ്. അവളെ നീ നിൻ്റെ വലയിലാക്കണം. വലയിലാക്കാനോ? അതെങ്ങനെ? ഞാൻ ചോദിച്ചു. എടാ പൊട്ട, രമേശേട്ടൻ ഇപ്പോൾ നാട്ടിലല്ലോ, പോയിട്ട് 1 വർഷം പോലെ ആയില്ലേ. പൊട്ടിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തതിൻ്റെ കേടാ ഈ കാണിക്കുന്നത്, അമ്മ പറഞ്ഞു. എല്ലാം മനസ്സിലായി ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു. എന്തൊക്കെയാ അമ്മേ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. മോനെ, നീ അധികം വിളച്ചിലെടുക്കണ്ട. എനിക്കറിയാം നിനക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അവളെ നീ നിൻ്റെ വലയിലാക്കണം, എന്നിട്ട് അവളെ നമ്മുടെ പിറകെ വരുത്തണം, അമ്മ പറഞ്ഞു. അമ്മേ, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണം കേട്ടോ.
അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.